ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ. സുധീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി രേവതിയുടെ സ്വർണ്ണം എടുത്ത് സുധിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്വർണ്ണമൊക്കെ എടുത്തൊരു കവറിനകത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മളുടെ രവിയേട്ടൻ വരുന്നു. രവിയേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് ആകെ ഒരു കള്ള ലക്ഷണം. ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര, നീ അവിടെ നിന്ന് നിൽക്കുക, നീ ഈ വീട്ടിലുള്ള എല്ലാവരും ഉപദേശിക്കുന്നില്ലേ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കണോ? അത് രവിയേട്ട പിന്നെ സുധിയെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രവിയേട്ടൻ പറയുന്നുണ്ട്, ഈ അലമാരയിൽ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നതല്ലേ, നീ ഇതിങ്ങനെ തുറന്നിട്ടിട്ട് പോകാൻ പാടുണ്ടോ? അത് രവിയേട്ടൻ ഞാൻ ഓർത്തില്ല, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അല്ല ചന്ദ്രൻ, നിൻ്റെ ഈ കവറിനകത്ത് എന്തോ കയ്യിൽ? അത് പിന്നെ രവിയേട്ട ഒരു ബ്ലൗസിൻ്റെ തുണിയാണ്, സുധിയുടെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ പോകുന്ന സമയത്ത് ആ ടൈലറിംഗ് ഷോപ്പിലങ്ങ് കൊടുത്തോളൂ. ഓ, അവൻ വലിയ ബിസിനസ് അല്ലേ, അവൻ്റെ ഇതൊന്നും കൊടുക്കാനുള്ള സമയമൊന്നും കാണില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കില്ലേ, ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേണ്ട രവിയേട്ട, ഇത് അവൻ തന്നെ കൊടുത്തോളൂ, അത് സാരമില്ല, അവന് പോകുന്ന വഴിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് കാണിക്കാൻ നമ്മളുടെ രേവതി ആട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം വന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ? സച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കില്ലേ, ഞാൻ സച്ചിൻ്റെ അടുത്ത് റൂമിൽ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അത് രേവതി, എനിക്ക് രാവിലെ ഉറക്കമൊന്നും വരത്തില്ല, ഞാൻ ഉറങ്ങാനൊക്കെ നോക്കി, പക്ഷേ അതൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. കാരണം എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ തന്നെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ നല്ല മീൻ വാങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചു പറയുന്നുണ്ട്, മീൻ വാങ്ങിച്ചല്ലേ, അപ്പോൾ പിന്നെ പാവം മീനാണ്, കടലിൽ നിന്ന് അത് പിടിച്ചുകൊണ്ട് വന്നതല്ലേ, വീണ്ടും അതിന് വെള്ളത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹം കാണുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞു പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ സച്ചിക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് കേട്ടോ പറയുന്നതൊക്കെ. അപ്പോൾ രേവതിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഈ അച്ഛനോട് പോയി പറയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛനോട് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് ചന്ദ്രമതി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവർ തങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ വീഴാനായിട്ട് പോകുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലിരിക്കുന്ന കവർ താഴെ വീഴുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു, അതും താഴെ വീഴുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് കവറുകളും ഒരേപോലെ ഇരിക്കുന്ന കവറുകളായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് ഒരു കവർ എടുക്കുന്നുണ്ട്, രേവതി എടുക്കുന്നുണ്ട്. പക്ഷേ ഈ കവറുകൾ തങ്ങളെല്ലാം മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി രേവതിൻ്റെ വഴക്കൊക്കെ പറയുന്നുണ്ട്, നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ കവർ എന്ത് ചെയ്യുന്നുണ്ട്, സുധിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പണയം വെക്കാൻ കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ സുധി ഇതുകൊണ്ട് പണയം വെക്കാൻ ചെല്ലുന്ന സമയത്ത് കവർ എടുത്ത് നോക്കുമ്പോൾ ദേ അതിനകത്ത് ബ്ലൗസ്. അപ്പം ആ പണയം വെക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ ബ്ലൗസാണോ പണയം വെക്കാനായിട്ട് കൊണ്ടുവന്നത്? എല്ലാവരും ഭാര്യയുടെ മാലയും വളയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് പണയം വെക്കാറുണ്ട്, ഇതിപ്പം താൻ ഭാര്യയുടെ സ്വർണ്ണ ബ്ലൗസാണ് ഇവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇത് എന്തോ മിസ്റ്റേക്ക് പറ്റിയ കാര്യം അറിയുന്നത്. അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ കവർ അടുക്കളയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത്, അയ്യോ ഇതിനി ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്ത് ദേ ഒരു കവർ അടുക്കളയിലിരിക്കുന്നു. അപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന്, ഇത് ഞാൻ സുധിക്ക് കൊടുത്ത കവറല്ലേ, അതെങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ആ കവർ എടുത്ത് നോക്കുമ്പോൾ ദേ സ്വർണ്ണം അതിനകത്തിരിക്കുന്നു. അപ്പോഴാണ് ചന്ദ്രമതി ആലോചിക്കുന്നത്, ആ കവർ തങ്ങളിൽ മാറിപ്പോയതാണ്, അന്നേരം ആ ഇടിച്ച സമയത്ത് മാറിപ്പോയതാണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ചന്ദ്രമതി പെട്ടെന്ന് ആ കവറും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ രേവതി വന്ന് നോക്കുമ്പോൾ ബ്ലൗസ് അവിടെ കാണുന്നില്ല. അങ്ങനെ രേവതി വന്നിട്ട് ചന്ദ്രമതി എടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ ഒരു കവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അമ്മ കണ്ടായിരുന്നു എന്ന്. അന്നേരം സച്ചി പറയുന്നുണ്ട്, ആ കവർ ഇതേ അമ്മയുടെ കയ്യിലിരിക്കുന്നു എന്ന്. അന്നേരം പെട്ടെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് നിൻ്റെ ബ്ലൗസുള്ള കവറല്ല, ഇത് എൻ്റെ ബ്ലൗസുള്ള കവറാണ്, അത് നമ്മൾ അവിടെ വെച്ച സമയത്ത് മാറിപ്പോയതാ, ഇത് ഇപ്പോൾ സുധിയുടെയിൽ കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ടൈലറിംഗ് ഷോപ്പിൽ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്തോളാം, അതിനിപ്പോൾ സുധിയുടെ കൊടുക്കുന്നത് എന്തിനാ? അതൊന്നും വേണ്ട, അത് സുധി തന്നെ കൊടുത്തോളും, നീ കൊടുക്കണ്ട, നിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത്രയ്ക്കായോ, എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിലിരിക്കുന്ന കവർ പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സുധി വരുന്നുണ്ട്. സുധി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പിടിവലി നടക്കുന്നുണ്ട്. അപ്പോൾ സുധിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അതേ സുധി വന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓടി വന്നിട്ട് ഇത് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ സുധി കാണിക്കുന്നത്, നീ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, ഈ ഒരു തയ്യൽ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നീ അവിടുന്ന് ഇവിടെ വരെ ഈ ബ്ലൗസ് മേടിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് സുധി പറയുന്നുണ്ട്, അല്ല അച്ഛാ, അത് അമ്മ തന്നത് മാറിപ്പോയില്ല, എന്നാൽ പിന്നെ അത് വന്ന് വാങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി അത് സുധിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തോളാം. അങ്ങനെ സുധി ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതിന് 5 കിട്ടത്തില്ലേ എന്ന്. 5 കിട്ടുമോന്നോ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.